പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മുന്നേറ്റം എത്ര അപകടകരമാണ് ചിന്തിക്കാനുള്ള ചോദ്യമാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ അനുഭവസ്ഥനാണ്. പൂഞ്ഞാർ നിയമമണ്ഡലത്തിൽ ഞാൻ ഇലക്ഷൻ കഴിഞ്ഞാണെന്ന് മത്സരിച്ചപ്പോൾ 27,000 മുസ്ലിം വോട്ട് ഒറ്റയടിക്ക് ഒരു സ്ഥാനാർത്ഥി കൊടുത്ത് എൻ്റെ തോന്നി. അന്ന് SDP എന്നെ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ SDP എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം ഒന്നാണ്, മുസ്ലിം ഒന്നാണ്, അടുത്തവണ തൊടുപുഴയാണെന്നാണ് പറഞ്ഞു. ഇപ്പോൾ ബൈ ഇലക്ഷൻ വന്നപ്പോൾ അത് പാലക്കാട്ട് അവർ ആവർത്തിച്ചു. സംഭവം എന്താണെന്ന് വെച്ചാൽ പറയുമ്പോൾ മറ്റൊന്നും തെറ്റിദ്ധരിച്ച കാര്യമില്ല. തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ലീഗുകാരൻ താങ്കളും CPM-ൻ്റെ KT ജലീലും SDPI-യുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും നിരോധിത സംഘടനയും മുസ്ലിം നേതാക്കന്മാർ ഒരുമിച്ച് ഒരു മുറി കൂടുതലാണ്. എന്ത് രാഷ്ട്രീയമാണ്? എനിക്ക് മനസ്സിലാകുന്നില്ല അത് രാഷ്ട്രീയം എന്നാന്ന്. ആ രാഷ്ട്രീയമാണ് പാലക്കാട് തോപ്പിച്ചത്. അതല്ലാതെ വേറെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വർഗീയവൽക്കരണത്തിൻ്റെ ഭാഗം കേരളത്തിൽ ശക്തമായി വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പരാജയം BJP ക്കുണ്ടായെന്ന് ഉറച്ചു ഞാൻ വിശ്വസിക്കുന്നു.